വരുന്ന 9-ാം തീയതി നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ശിവസേനയുടെ നയങ്ങൾ വ്യക്തമാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കുകയുണ്ടായത്. ഈ പ്രസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ അഡ്വക്കേറ്റ് ഹരികുമാർ അവറുകൾ, ശിവസേനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി RK രാധാകൃഷ്ണൻ നായർ അവറുകൾ, ശിവസേനയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ ജയശേഖരൻ അവറുകൾ, ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഒറ്റശ്ശേരമംഗലം കൃഷ്ണൻകുട്ടി, ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീവരാഹം രമേശ് ബാബു, ശിവസേനയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ കായ്പാടി അവറുകളാണ്. ഈ പത്രസമ്മേളനത്തിൽ ഔപചാരികമായി സംസാരിക്കുന്നതിലേക്കായി ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോൾ ശിവസേന എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 1990 കാലഘട്ടങ്ങളിൽ NDAയുടെ രൂപകൽപ്പനയിൽ അടൽ ബിഹാരി വാജ്പേയിജിക്കും അതുപോലെ LK അദ്വാനിജിക്കും ജോർജ് ഫെർണാണ്ടസിനൊപ്പം അന്ന് ശിവസേനയുടെ ആദരണീയനായിട്ടുള്ള ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹബ് താക്കറെയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും NDA ശക്തിപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും കേരളത്തിലും ശിവസേന NDAയുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ NDAയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ചില സീറ്റുകൾ ജയിക്കും എന്ന ഒരു ധാരണ മാത്രമാണ് NDA മുന്നണിക്ക് പോലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. കേരളത്തിലെ ഏത് സീറ്റിൽ വേണമെങ്കിലും NDA വിജയിക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇടത് വലത് മുന്നണികളെ പിന്നിലാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ NDA അതിൻ്റെ പ്രചരണ രംഗത്ത് വളരെയധികം മുന്നിലാണ്. ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയതുൾപ്പെടെ 3 പ്രാവശ്യം കേരള സന്ദർശനം നടത്തി കഴിഞ്ഞു. അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ആണെങ്കിലും അതുപോലെ മറ്റ് കേന്ദ്രമന്ത്രിമാരാണെങ്കിലും കേന്ദ്ര നേതാക്കളാണെങ്കിലും ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി ചുക്കാൻ പിടിക്കുകയാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്ന, നേരത്തെ ഇപ്പോഴും പറയുന്നു BJP NDA അക്കൗണ്ട് തുറക്കില്ല എന്നാണ് ഇടത് വലത് മുന്നണികൾ അവർ ആ രൂപത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം കളിയാക്കിക്കൊണ്ട് അവർ പ്രസ്താവന ഇറക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് പറയാൻ ശിവസേന പറയുന്നത് ഈ BJP NDA മുന്നണി അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, നിയമസഭയിൽ വലിയൊരു ശതമാനം MLA-മാരുടെ ഡെപ്പോസിറ്റ് സൃഷ്ടിക്കും. അത് 25 മുതൽ 30 MLA-മാർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭയിൽ നിന്ന് വിജയിച്ചു വരും എന്നാണ് ശിവസേനയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ജനവികാരമാണ് ഓരോ പ്രദേശത്തും കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ റാലികൾ, റോഡ് ഷോകൾ അഭൂതപൂർവമായിട്ടുള്ള പങ്കാളിത്തമാണ്. അത് സ്ത്രീകളുടെ ആയിരുന്നാലും യുവാക്കളുടെ ആയിരുന്നാലും യുവതികളുടെ ആയിരുന്നാലും. അപ്പോൾ ഒരു വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വികസിത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇന്ന് NDAയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം രാഷ്ട്രീയ ഭിന്നതകൾ മാത്രം ചർച്ച ചെയ്യുന്ന മുന്നണികളായിരുന്നു നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് മാറി. ഇപ്പോൾ ശിവസേനയും BJPയും ഉൾപ്പെടുന്ന NDA മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം മാറാത്തത് മാറും. അപ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ വരികയാണ്. അത് ഈ വികസനത്തിൻ്റെ രൂപത്തിൽ ദേശീയപാതയായിരുന്നാലും വിഴിഞ്ഞം തുറമുഖമായിരുന്നാലും മറ്റ് നിരവധി പദ്ധതികൾ ഇന്ന് ജനക്ഷേമ പദ്ധതി പ്രധാനമന്ത്രി ഇവിടെ നിരവധി ജനക്ഷേമ പദ്ധതികൾ ഇത് ഇന്ന് സാധാരണക്കാരിൽ എത്തിയിരിക്കുകയാണ്. കർഷകരിലായിരുന്നാലും അതുപോലെ
മറ്റ് ജനവിഭാഗങ്ങളിലായിരുന്നാലും രോഗികൾക്കായിരുന്നാലും എല്ലാവർക്കും ആശ്വാസം പകരുന്ന നിരവധി പദ്ധതികളാണ്, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി നടപ്പിലാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ശിവസേനയെ സംബന്ധിച്ച് നമുക്ക് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്താനുള്ളത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനം, അല്ലെങ്കിൽ BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനം കേരളത്തിലും ഉണ്ടാകണമെന്ന് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ജാതി മത വർഗ രാഷ്ട്രീയത്തിന് ഇതിന് വേർതിരിവുകളില്ലാതെ എല്ലാവരും ഇന്ന് NDAയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇതിന് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഏകദേശം 4 സീറ്റുകൾ നമ്മൾ വളരെ മുന്നിലാണ്. അതുപോലെ തന്നെ 1000 പ്രതീക്ഷ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ NDA വിജയിച്ചു കയറി. അതുപോലെ കോട്ടയം ജില്ലയിൽ 3 നിയോജക മണ്ഡലങ്ങളിൽ നിർണായകമായ മത്സരമാണ് നടക്കുന്നത്. എറണാകുളം ജില്ലയായിരുന്നാലും, അതുപോലെ ശ്രീമതി പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂർ, ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും എല്ലാം മത്സരിക്കുന്ന പാലക്കാട്, മലമ്പുഴ, കോഴിക്കോട് ജില്ലയിലെ പ്രധാന സീറ്റുകൾ, മഞ്ചേശ്വരം, അങ്ങനെ നിരവധി എണ്ണം പറഞ്ഞ സീറ്റുകൾ ഇന്ന് NDA നേടുമെന്ന് ഇപ്പോൾ ഒരു ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മറ്റ് ചില സീറ്റുകളിൽ ഇന്ന് ഒരു തുലനാവസ്ഥ നിലനിൽക്കുകയാണ്. അവിടെ വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് NDAയുടെ മുന്നേറ്റം ആ കണക്കിലാണ് 25-30 സീറ്റുകൾ NDA നേടും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾ ഈ പിണറായി സർക്കാരിൻ്റെ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ സ്വജന പക്ഷപാതവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രചരണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടത് വലത് മുന്നണികളെ പിന്നിലായിക്കൊണ്ട് NDA വളരെ മുന്നിലാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലായിരുന്നാലും ഇന്ന് കേരളത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി NDAയ്ക്ക് സാധിക്കും. അപ്പോൾ നേരത്തെ ചില മാധ്യമങ്ങൾ ശിവസേന എന്ന പേരിൽ UDFന് പിന്തുണ എന്നൊക്കെ പറഞ്ഞിട്ടു. അത് പലരും എഴുതിയ ശിവസേന എന്ന് എഴുതി. അപ്പോൾ ശിവസേന 2022 ശിവസേനയിൽ പിളർപ്പുണ്ടാവുക, അതിനുശേഷം ഔദ്യോഗിക വിഭാഗമായി ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് ശിവസേന എന്ന പേര് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൻ്റെ ആ പാർട്ടിയുടെ പേര് ശിവസേന ഉദ്ധവ് ബാലാസാഹേബ് ഠാക്കറെ, അത് ഈ വള്ളിക്കെട്ടൊന്നുമില്ല, ഒറ്റ പേരാണ്. അപ്പോൾ പല സ്ഥലത്തും ഇത് പല മാധ്യമങ്ങളും തെറ്റായിട്ട് ശിവസേന എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു തിരുത്തു വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഞങ്ങൾ NDAയുടെ ഭാഗമാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി NDAയോടൊപ്പം കേരളത്തിൽ ശക്തമായി പ്രവർത്തനം നടത്തുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ വരുന്ന നിയമസഭയിൽ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബാലാസാഹേബ് ഠാക്കറെയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കും അതുപോലെ തന്നെ വികസന അജണ്ട, നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ NDAയ്ക്കൊപ്പമാണ് എന്ന് കൂടെ ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ നിങ്ങളെ കാണുകയുണ്ടായത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പേപ്പർ സംഘടനകൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേര് പെരുപ്പിച്ച് കാണിച്ച് പുറകിലുള്ള പേര് അല്ലെങ്കിൽ വാക്യങ്ങൾ കാണിക്കാതെ ശിവസേന തെറ്റിദ്ധരിപ്പിച്ച് പല സ്ഥലങ്ങൾ, ഇപ്പോൾ ശിവസേനയുടെ പേരിൽ ഒരു സ്ഥലത്തും ഒരു പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംഭാവന ഫണ്ട് പിരിവോ മറ്റോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അത് ജനങ്ങൾ വഞ്ചിതരാകരുത് ഉള്ള ഒരു കാര്യം കൂടെ അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഭാരതീയ ശിവസേന അതേമാതിരി ഒരു 3-4 വ്യാജ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പിരിവിന് നാട്ടിൽ ഇറങ്ങുന്നത്. അപ്പോൾ അത് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ശിവസേന എന്ന് പറഞ്ഞാൽ ആകെ ഒരു ചിഹ്നം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഏകനാഥ ഷിൻഡെയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ശിവസേന മാത്രമേ നമുക്കിവിടെ പ്രാബല്യത്തിലുള്ളൂ.